ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്നലെ കിടന്നിറങ്ങിയ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് അപ്പൊ ഇവിടെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, ബാഗ് പാക്ക് ചെയ്തു, ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു റൂമിലാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. പോലെ താഴെ നമുക്ക് വേണ്ടി ടി വി കെയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ താഴത്തേക്ക് പോവാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാ കേട്ടോ. ഭക്ഷണം കഴിച്ച് തുടങ്ങി. ഞാൻ കഴിക്കുന്നത് പൊറോട്ട കേട്ടോ. തമിഴ്നാട്ടിൽ വേണ്ടി ഇന്നാ പൊറോട്ട കഴിക്കുന്നത്. ഓളെന്താ കഴിക്കുന്നത്? ആയിക്കോട്ടെ. രാവിലെ നമ്മളെ കാണാൻ വേണ്ടി വന്നവരാട്ടോ. അപ്പൊ നമ്മുടെ അണ്ണൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അണ്ണന് ചെറിയൊരു പ്രോബ്ലം ആയി. എന്താ പറയുക, പോയി എന്റെ ഫാമിലി പ്രശ്നം. അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയേക്കും. അപ്പൊ അങ്ങ് വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അണ്ണേ വരാതെ തീർക്കത് എനിക്ക് ரொம்ப കത്ത് തീർക്ക് കണ്ടിപ്പാ പാക്കണം. ഇന്നത്തേക്ക് നമ്മുടെ 19ാമത്തെ ദിവസമാണ് നമ്മുടെ കേരള ടു ചെന്നൈ CM-നെ കാണാനുള്ള യാത്രയുടെ. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് പെത്തനായം പാളയം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. എന്റെ കൂടെ നിൽക്കുന്ന ഈ ആൾക്കാരും ക്യാമറമാൻ ഉണ്ട്, അവൻ വരത്തില്ല കേട്ടോ, അതിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്പെൻഡ് ചെയ്തത്. നല്ല ജോളി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബൈക്കിൽ അങ്ങോട്ട് കണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പോയി കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കാര്യങ്ങളൊക്കെ തിരിച്ച് വാങ്ങിച്ചു. ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ரொம்ப നന്ദി ഉങ്ങളുടെ സപ്പോർട്ടുക്ക്. അപ്പൊ എങ്ങൾക്ക് കണ്ടിപ്പാ അണ്ണനെ പാക്ക മുടിയില്ലയോ? ഇതാ ഞങ്ങൾക്ക് ഓക്കെ, ഇതാ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, സമയം 10 മണിയായിട്ടോ. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നടക്കുന്നത് വെച്ചാല് ചെറിയ മരത്തിന്റെ അടിയിൽ ചെറിയ തണലുണ്ട്. ആ തണല് പറ്റി കാറ്റോളുമ്പോ അല്ലെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇന്നലെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു അല്ലേ. നമ്മളോട് ഇന്ന് വൈകിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആലോചിച്ചപ്പോ വേണ്ട, നമുക്ക് പോയാൽ ഇല്ലെങ്കിൽ ആകാവും എന്നുള്ള രീതിയിൽ അറിയാലോ. ഞങ്ങള് പിന്നെ പറഞ്ഞു നമ്മള് രാവിലെ പോവും. ഇവിടുത്തെ അണ്ണനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ആള് രാവിലത്തെ ചെറിയ പ്രശ്നമായിട്ട് അവര് പോയി. ആളെ ഇനി അടുത്ത പ്രാവശ്യം കാണാം, അതേ ഉള്ളു വഴിക്ക്. ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ കണ്ടുമുട്ടിയ സ്ഥലം ഇവിടെ കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്. ഇതാണ് നമ്മുടെ അടയാളം. എനിക്ക് വരെ തിരിച്ചറിയാൻ പറ്റിയ ഈ പെട്രോൾ പമ്പ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ തിരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പുറകിലേക്കാട്ടോ ഇന്നലെ പോയതും അവിടെ റൂമും കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്തത്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് വീണ്ടും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അടുത്ത് നമ്മൾ മുമ്പോട്ട് നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നേരെ NH റോഡിലോട്ട് കയറുമല്ലേ. നടന്ന് നമ്മളങ്ങനെ NH റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. റോഡിൽ ചെറിയ രീതിയിലുള്ള തിരക്കേ ഉള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ ആണെങ്കില് വൈകിട്ട് നല്ല മഴയും AC കിടന്ന് നല്ല ഉറക്കം ഇറങ്ങി. നല്ല തണുപ്പ് വരില്ല. അപ്പൊ എന്നോട് പറയും ഇന്നലെ നമ്മള് അവരുടെ കൂടെ ചായ കുടിച്ച കട നടന്നു പോയതാട്ടോ. പിന്നെ നമ്മളെ പുറകിൽ നിന്ന് വിളിച്ചോണ്ട് തിരിച്ച് നമ്മള് ചായക്കട അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു ആള് വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ നിങ്ങളെ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞോണ്ട് വന്നില്ല. അപ്പൊ കണ്ടപ്പോ അങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് വന്നപ്പോ നമ്മളെ അണ്ണൻ അവിടെ നിന്ന് പേസുന്നുണ്ട് കേട്ടോ. അമ്മ പോവാന്ന് പറഞ്ഞിട്ട് എന്തിനായിട്ട് സമ്മതിക്കില്ല. വേറെ ആള് വരാന്ന് പറഞ്ഞു. ആളിപ്പോ ബിസിയാ കേട്ടോ. അപ്പൊ അവരോട് ഇത് ചായ കുടിച്ചിട്ട് നമ്മളാണോ നമ്മളെ വിടുന്നില്ല. ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വിടുന്നില്ല കേട്ടോ. പെത്തനായകം പട്ടിയില് ആണ് അവിടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ TV കെയുടെ മെമ്പറും കാര്യങ്ങളായിട്ടുള്ള കുറെ അധികം സുഹൃത്തുക്കളാട്ടോ. ആണ് എല്ലാവരും ഒരു ഹായ് പോട്. എங்களுக்கு കണ്ടിപ്പാ അണ്ണനെ പാക്കണം. എല്ലാരും സപ്പോർട്ട് വേണം. അവള് ചായ കുടിക്കാൻ വേണ്ടിട്ട് വിളിച്ച് ഓക്കെ. ഈ സപ്പോർട്ടൊക്കെ കാണുമ്പോ നമുക്ക് ഉറപ്പായിട്ടും കാണുന്നുള്ളൊരു പ്രതീക്ഷ കൂടിക്കൂടി വരും കേട്ടോ. ഇതാവാം നല്ല ബ്ലോക്ക് ആട്ടോ, രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. കളിപ്പുറത്തേക്ക് കടന്നത് ചെറിയ തണല് കിട്ടാൻ വേണ്ടി നടന്നത്. തണല് കിട്ടിയ ചെറിയൊരു തണൽ കാണുന്നുണ്ടോ കറുപ്പിന്റെ ഉള്ളിൽ കൂടെ. തമിഴ്നാട്ടിലെ ഒരു സന്തോഷം നിറഞ്ഞൊരു കാഴ്ച. ഓപ്പോസിറ്റ് ഒരു പള്ളി, മുസ്ലിം പള്ളി. അതിന്റെ ഇപ്പുറത്തൊരു അമ്പലം. ഇവിടെ കുറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാഴ്ച കേട്ടോ. ഇന്നത്തെ ഇത്രയും ദിവസം ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ല. നമ്മൾ പള്ളി കണ്ടിട്ടില്ല അല്ലേ കാക്കാ? പള്ളി കണ്ടപ്പോ പള്ളി അമ്പലം ഒരുമിച്ച് പള്ളി കയറി 2 നിസ്കരിച്ചിട്ട് പോകാൻ പോവാ കേട്ടോ. നോക്കട്ടെ ആണ് നമ്മുടെ പള്ളിയുടെ ഉള്ളിലോട്ട് വന്നിട്ടോ. അവിടെ നല്ലൊരു ഹൗസും നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പൊ 2 നിസ്കരിച്ചിട്ട് പോവാന്ന് വെച്ച് അവിടെ നോക്ക്, ഹൗസിന്റെ ഉള്ളിൽ മീനുകൾ വെക്കാ.
കുറെ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പള്ളിയിൽ കയറി നമസ്കരിക്കണം എന്ന്. കുറെ ദിവസമായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നെന്തായാലും അത് സാധിച്ച് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് ഓ റാത്തായി. അപ്പൊ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അവിടുത്തെ ചെറിയ ഗേറ്റ്. ഈ വെയിലത്ത് തണലും ഉണ്ട്, പുല്ലിരുന്ന ആൾക്കാരെ കണ്ട് കച്ചി പുല്ലൊക്കെ കണ്ട് അവിടെ ഇവിടെ പോയിരിക്കുന്നോ. അതേ ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. ശ്രീ അമ്പൽ അവന്യൂ ഇതൊരു പ്ലോട്ട് ആട്ടോ. ഉള്ളില് പ്ലോട്ടുകളൊക്കെ തിരിച്ച് റോഡൊക്കെ സെറ്റ് ചെയ്ത് ഫ്രണ്ട് ഗേറ്റും കാര്യങ്ങളൊക്കെ. അല്ല തമിഴ്നാട്ടിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് ഡെവലപ്പ് ആക്കിയിട്ട് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. നമ്മളിങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടില്ലേ തട്ടുതട്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടേന്ന് മാത്രം കാണാം അല്ലെ. അടിപൊളിയായിട്ട് ലെവലാക്കി റോഡ് പണിത് ഗേറ്റ് പണിത് ഓരോ വീട്ടിലേക്കുള്ള വഴി പണിത് എന്നിട്ടാണ് പൂക്കള് റെഡിയാക്കി സെറ്റ് ആക്കി വെച്ച് വീട്ടിന് വേണ്ടിയിട്ട് സ്ഥലം കച്ചവടം ചെയ്യും. യെസ് ഒരു പ്ലോട്ട് ആട്ടോ കാണുന്നത്. അതിനകത്തോട് കയറാൻ വേണ്ടിയിട്ടുള്ള വഴി. രണ്ട് സൈഡിലും കൊടികളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. എടാ വാടാ ഈ കാക്കാനും കൂടെ പോ, ഞാൻ കുറച്ച് അവിടെ ഇരിക്കാം. എന്നെ കൊണ്ടിട്ട് പണിയെടുപ്പിക്കാണ്. നല്ല ചൂടും നല്ല NH ഹൈവേ. അപ്പുറത്ത് നല്ല അടിപൊളി കൃഷി. എന്ത് കൃഷിയാന്ന് പറഞ്ഞുതരോ കാക്ക? അത് നമ്മുടെ ചോളല്ലേ, ചോളകൃഷി ആട്ടോ ഈ കാണുന്നത് മുഴുവനും. ഇതല്ല ഇതിന്റെ അപ്പുറത്ത്. അത് കാറ്റടിച്ച് ചെരിഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പത്തേക്കും വരുമായിരിക്കും. അവിടെ ഒരു മല ഉണ്ടോ അന്യായം. ഈ മല നമ്മള് കഴിഞ്ഞ ദിവസം അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മള് നേരെ കണ്ട മലയാണ്. ആ മല ഇപ്പൊ സൈഡിലായി. ആ മലയാണത്. ടിപ്പട്ടി തിണ്ടട മണി മണി ചിന്തട രാജ്മം പറ്റി. ഇത്രയും നേരം ഇവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ. നമ്മള് കുടിച്ച കുപ്പിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് പിന്നെ ആ കോളേജിന്റെ ഉള്ളിൽ ഇടുന്നില്ല. ഇതൊരു ഗേൾസ് കോളേജാണ്. സമയം ഇപ്പൊ 3:30 കഴിഞ്ഞ് 4 മണി ആവാറായി. ഞങ്ങളൊരു അണ്ണനെ കണ്ടിട്ടോ. അപ്പൊ അണ്ണൻ ഇവിടുന്ന് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഹോട്ടലുണ്ട്. അവിടെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളെ കാണാനുള്ള ഒരു വായ്പും കൂടെ കിടക്കി. പോയി നോക്കട്ടെ. നമ്മുടെ പുറകെ കാണുന്ന കേട്ടെ കോളേജ്. നല്ല കാറ്റും സുഖമായിട്ടിരുന്ന് വർക്കും ചെയ്തിട്ടോ. പോവാണ്. NH റോഡിലോട്ട് കയറാണ്. പോവല്ലേ? ചെറിയ ചെറിയ കട്ടക്കളം നമ്മള് കണ്ടിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ ഒരു വലിയ കട്ടക്കളം ഞാൻ കാണിച്ചുതരാം. അവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെ ഉണ്ട്. നോക്കിക്ക എന്റെ മോനെ, കട്ട അടക്കി വെക്കണുണ്ടോ അവിടെ. ഇത്രയും നട്ടുച്ച വെയിൽ. ഇപ്പൊ സമയം 3-4 മണി ആയിട്ടോ. എന്നിട്ട് അവര് അവിടെ കട്ട മറ്റേ ഉണ്ടാക്കി കഴിയൂല, അത് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വെക്കുമല്ലോ, ആ രീതിയിൽ കട്ട അടുക്കി വെക്കുന്ന കേട്ടാ കാണുന്നത്. കാണിച്ചോളൂ. ഞങ്ങളിപ്പോ നടക്കണത് ഒരു പാലത്തിന്റെ മേലെ കൂടെ ആണ്. താഴെ ഒരു പുഴയാണ്. ആ പുഴയിൽ ഒരു തുള്ളി വെള്ളമില്ല. കാണിച്ചരാ. എന്തോ ഗൈസ് നമ്മളൊക്കെ ചോളം നിന്നിട്ടില്ലേ, നിരത്തിയിട്ട് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കാതെ കണ്ടോ. ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയാട്ടോ. ഇതെങ്ങനെ കണ്ടോ. അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിലാണിത്. മരത്തിന് ചോട്ടില് അത് കണ്ടോ. അത് നിരത്തി ഇടുന്നതിന്റെ ആട്ടോ. അത് കൂട്ടിയിടുന്നതിന്റെ. അണ്ണനോട് ചോദിച്ചു. അപ്പൊ അണ്ണൻ പറഞ്ഞതെന്താ വെച്ചാല് ഇത് കൂട്ടിയിട്ട് കൊണ്ടുപോവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിയില്ലേ, കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോളം കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ കേരളത്തിൽ പറയും വീട്ടിലെ ഊണ്, ഇവിടെ തമിഴ്നാട്ടില് പറയും വീട്ടു സോറ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോവാ കേട്ടോ. ഓക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ച, പക്ഷെ ഓളെ കഴിക്കുന്നില്ല. എന്താ എന്നിട്ട് കഴിക്കാത്ത എനിക്ക് പറ്റിട്ടില്ല. പറ്റില്ല. ഇതാട്ടോ നമ്മുടെ ഫുഡ്. അപ്പൊ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാണ്. മറ്റവരെ കണ്ടില്ല കേട്ടോ. ആള് കുറെ ദൂരം നടന്ന് അവിടെ തിരിഞ്ഞു നോക്കി, മുമ്പിലോട്ട് നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, ഒരു രക്ഷയില്ല. എതിലെ പോയെന്ന് അറിയത്തില്ല. ഭക്ഷണം കഴിച്ചിറങ്ങി വന്നിട്ടോ. ഇടിച്ച് ഒരു സൈഡിൽ നടക്കുന്നു. ഈ കാണുന്ന വണ്ടിയാണോ ഇത്? നമ്മളെ കണ്ട് ചവിട്ടി ചെയ്താട്ടോ. എന്താ പറയാൻ പോയത് നോക്കട്ടെ. നമ്മളെ കാണാൻ വേണ്ടി ഒരെണ്ണം വന്നിട്ടുണ്ട്. ബൈക്കിലാട്ടോ വന്നത്. அண்ணா பாக்குறதுக்கு போயிட்டு இருக்கு கேரளாவில இருந்து நடைபயணம். இன்னும் வந்து வசதியா இருக்கு. எப்ப போங்க போங்க. அண்ணனுக்கு வந்து 3 சீதா முழுவதும் கொடுக்கிறாரு. நீங்க சாப்பிட்டீங்க? அது மொத்தமா போங்க, ஓரமா போங்க. அண்ணன் போட்டோ பார்த்து உங்களுக்கு நிறுத்திட்டு அங்கிருந்து வந்த வண்டி. ഈ ഒരു ഫോട്ടോ കണ്ടാലേ തമിഴ്നാട്ടിലെ പവർ ഇருக்கு. ഇത് മനസ്സിലാക്കിക്കോ. അത്തളവുക്ക് പവറിലതാ നാങ്ക പോയിട്ട് ഇருக்கு. ഇവിടെ കണ്ടാ വായിക്കണത് ഉപ്പ് ഓടെ. ഉപ്പ് നമ്മളെ വീട്ടിലുണ്ട്. ഗൈസ് നമ്മൾ നടന്നു വരുമ്പോണ്ടല്ലോ എല്ലാവർക്കും അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ എന്തിനാണ് നടന്നു പോകുന്നത്? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് എന്റെ കുറെ നാളത്തുള്ള ആഗ്രഹമാണ് അണ്ണനെ കാണാന്നുള്ളത്. ഞാൻ കുറെ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. ഫൈനലി ഞാൻ തീരുമാനിച്ചു, നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയും അണ്ണനെ കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വരുന്നൊരു സൂചന അണ്ണന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും.
ഞാനപ്പോ തീരുമാനിച്ച് ഓളോട് പറഞ്ഞു എടി ഞാൻ ഇതുപോലെ പോവാണ്, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇനി വീട്ടിൽ കാണത്തില്ല എന്ന് പറഞ്ഞു. ഓള് പറഞ്ഞു എന്ത് പറഞ്ഞു? ഞാനും വരുമെന്ന്. ഞാൻ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞപ്പോഴോ? എന്നാലും നീ പോണ്ട, ഞാൻ വരും. ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ കാര്യം. അങ്ങനെ ഞങ്ങള് യാത്ര ആരംഭിച്ചു. ഒത്തിരി കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പോയി കഴിഞ്ഞാൽ എന്താവും ഏതാവുന്നൊരു ഐഡിയ ഒന്നുമില്ല. അപ്പൊ പോകുന്ന വഴിക്ക് എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ്. കാരണം ഒത്തിരി അധികം സപ്പോർട്ട് നമുക്കുണ്ട്. നമുക്ക് സപ്പോർട്ട് കൂടി വരുന്നു ഇല്ലേ? അതെ. ഞങ്ങള് മുമ്പോട്ട് ഇനിയും പോവും, ഉറപ്പായിട്ട് കാണും, കണ്ടിട്ടേ മടങ്ങുള്ളൂ. എന്തായാലും ഈ ഒരു ന്യൂസ് അവിടെ എത്തുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. ദൂരെ ഒരാൾ നമ്മളെ നോക്കി നിൽപ്പുണ്ട്. നമ്മളെ പുറകെ ഇപ്പൊ ഒരു ബൈക്ക് പോയതാട്ടോ. അയാൾ അവിടെ പോയിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആടിയാ. ഞങ്ങളിപ്പോ നിക്കണത് പാട്ടൂരിലാണ്. എന്റെ കാക്ക നിക്കുന്നു. ഇക്കാക്ക നമ്മൾ ഇത്രയും നടന്ന് ഞങ്ങൾ അങ്ങനെ ആത്തൂരെത്തിയിരിക്കുന്നു. ആ ടൂരിന്നാണ്. ആ ടൂരിന്നല്ലേ ഈ കാണുന്നത് എന്താണെന്നറിയോ? പറഞ്ഞു കൊടുക്ക്. ഈ നെല്ലിന്ന് അരി വേർതിരിക്കൂലേ, അങ്ങനെ ആക്കിട്ട് ചാക്കിലെല്ലാം ആക്കണ ഒരു ഫാക്ടറി. അതിന്റെ ഫാക്ടറി ആട്ടോ. അതിനകത്ത് ചാക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? അതെ, അവിടെയും കുറെ അരി വെച്ചിട്ടുണ്ട്. ഞങ്ങള് NH റോഡിൽ കൂടെ വിശാലമായിട്ട് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ 7 മണിയായിട്ടോ. കുറച്ചു മുമ്പോട്ട് പോയിട്ട് നമുക്ക് ചായ കുടിക്കണം. ഗൈസ്, സമയം 9 മണിയാവുന്നു. നല്ല വിശപ്പുണ്ട്, കടകളൊന്നും കാണാനില്ല. ഞങ്ങള് മുന്നോട്ട് നടന്നോണ്ടിരിക്കുക കേട്ടോ. ചായ കിട്ടിയാ മതിയോ? ചായ കിട്ടിയാൽ തന്നെ ഭയങ്കര ഉഷാറായിരുന്നു. പക്ഷെ ഒരു ചായ കിട്ടാൻ പോലും ഒരു കടയില്ല കേട്ടോ. കുറച്ചുകൂടെ മുമ്പോട്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കടയുണ്ടെന്നാ പറയുന്നത്. പോയി നോക്കാം, അല്ല വേറെ വഴിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങളുള്ളത് കാട്ടുകൊട്ട എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. പൊറോട്ടയും ഇവിടുത്തെ ഒരു ചട്നി പോലെ സാധനം കേട്ടോ. ഇത് നമ്മുടെ തേങ്ങ ചമ്മന്തി. ഈ എന്താ കഴിക്കുന്നത്? ദോശ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഫുഡ്. ഞങ്ങളിപ്പോ ബൈക്കിലാണ് പോകുന്നത്. നമ്മളിവിടെ കുറെ അന്വേഷിച്ചു. സമയം 10 മണിയായി. പക്ഷെ എന്ത് നോക്കിയിട്ട് രക്ഷയില്ല. റൂം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് പേര് ആണത് അപ്പൊ നമ്മള് അങ്ങോട്ട് പോകണം. അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മള് ബൈക്കിലാണ് പോകുന്നത്. ഇപ്രാവശ്യം നമ്മള് പൊറോട്ട അല്ല, കുറച്ച് പോകുന്നത്. ഒരു 8 എത്ര കിലോമീറ്റർ ആക്കിയത് കേറിയ ജില്ല ആക്കിയത് 3 കിലോമീറ്റർ പോകണം. വേറെ ആളും ബഹളവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഏരിയ. ഇതുപോലെ കാടും റോഡും മാത്രമേ ഉള്ളൂ. അത് വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മള് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോ സെൽവം റെസിഡൻസി എന്ന് പറയുന്ന റൂമിന്റെ അവിടെ വന്നേക്കോട്ടോ. അവിടെ നിന്ന് റൂമിന് റേറ്റ് ചോദിച്ചു. നല്ല റേറ്റാ പറയുന്നത്. നമ്മള് ആണ് വേറെ ആളെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഉറക്കം വരുന്നുണ്ടേ? നോക്കട്ടെ. പോയിട്ട് 3 കിലോമീറ്റർ പോയിട്ട് 3 കിലോമീറ്റർ അതേപോലെ തിരിച്ചു വന്നിട്ടോ. ഇവിടെ നമ്മുടെ മുരുകൻ കോവിലുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാ അണ്ണന്. அவங்க பேர் சொல்ற வாட்டி இது எங்களுக்கு பாக்குறதுக்கு இல்ல சரி. அப்போ இந்த அண்ணன் தான் எங்களுக்கு ஹெல்ப் பண்ணிட்டு இருக்காங்க. உங்களை வீடியோ எடுக்கணுமா? சும்மா இருக்கட்டும். ஓகே, ക്യാമറയിൽ വരാനേ ഒരു ശരി ഒരു നിമിഷം. അപ്പൊ ഗൈസ്, നമ്മള് ഇന്ന് അമ്പലത്തിന്റെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോന്നെ. ഈ പുറകെ കാണുന്ന ഈ ആൽമരവും കാര്യങ്ങളൊക്കെ ആട്ടോ അമ്പലം. ഇതിന് മുരുകൻ കോവിലാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 3 കിലോമീറ്റർ പോയി അതേപോലെ തിരിച്ചു വന്നു. ഞങ്ങള് കോവില് കിടക്കാൻ പോയതാണ്. പക്ഷെ കോവിലിൽ നമ്മളെ കിടത്തിയില്ല കേട്ടോ. അണ്ണൻ നേരെ നമ്മള് വീട്ടിലോട്ട് കൊണ്ടുവന്നു. രസമായിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മൊത്തം പശുക്കുട്ടികളായി കിടക്കുന്നത്. ഒരു പശു ഫാമിലാട്ടോ ഇപ്പൊ നമ്മളുള്ളത്. അപ്പുറത്ത് ആട്ടുംകുട്ടികളൊക്കെ നിപ്പുണ്ട്. വീടിന്റെ മുകളിലാട്ടോ കിടക്കുന്നത്. ഇവിടെ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. തളർന്നൊരു പരിവായി. സമയം 11:30 ആയിട്ടോ. കുറെ ദൂരം നടന്ന് രക്ഷയില്ല, കാലെല്ലാം ഒരു പരിവായി. ഏകദേശം നമ്മളിന്ന് 20 കിലോമീറ്റർ അടുത്ത് നമ്മൾ നടന്നു. 2-3 ദിവസമായിട്ട് ഇത്രയും കിലോമീറ്റർ നടന്നിട്ടില്ല. രാവിലെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു നെൽപ്പാടം ഉണ്ട്. 1 ഏക്കർ സ്ഥലം ഒക്കെ ഉള്ള ഒരു ആൾക്കാരുടെ വീട്ടിലൊക്കെ നമ്മളുള്ള. വീടിന്റെ താഴെ തന്നെ പശു തൊഴുത്ത് ഒക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ടെന്റ് അടിച്ചിട്ടില്ല, കാറ്റുണ്ട്. അപ്പൊ ഷീറ്റ് ഇടിച്ച് അങ്ങനെ കിടക്കാണ്. എല്ലാരോടും ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. സൗണ്ട് എല്ലാം പോയി. തൊണ്ടവേദന. അപ്പൊ ഓക്കെ,